നമസ്കാരം. പുൽവാമയിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരമർപ്പിച്ച് തിരുവനന്തപുരത്തെ സൈനിക കൂട്ടായ്മയായ അനന്തപുരി സോൾജിയേഴ്സ് വീരമൃത്യു വരിച്ച സൈനികരുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയും മൗനം ആചരിക്കുകയും ചെയ്തു. ഇടപ്പഴനിയിലുള്ള അനന്തപുരി സോൾജിയേഴ്സിന്റെ ഓഫീസിന് മുന്നിൽ വെച്ച് നടന്ന ചടങ്ങിൽ സംഘടനയുടെ വിവിധ പ്രവർത്തകർ പങ്കെടുത്തു. 2019 ഫെബ്രുവരി 14 ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ CRPF ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ആക്രമണം നടത്തുന്നത്. 40 ജവാന്മാരാണ് പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ചത്. പുൽവാമ ജില്ലയിലെ അവന്തിപ്പോറയ്ക്ക് സമീപമായിരുന്നു ആക്രമണം. 2547 ജവാന്മാർ 78 വാഹനങ്ങളിലായി ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് പോവുകയായിരുന്നു. 350 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ സുരക്ഷാ സേന സഞ്ചരിച്ച വാഹന വ്യൂഹത്തിന് നേരെ ഓടിച്ചു കയറ്റുകയായിരുന്നു ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ ചാവേർ. തിരിച്ചറിയാനാകാത്ത വിധം വാഹനം ഉഗ്രസ്ഫോടനത്തിൽ തകർന്നു. ജെയ്ഷെ മുഹമ്മദ് ചാവേറായ ആദിൽ അഹമ്മദ് ദർ ആണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് തൊട്ടു മുൻപ് ചിത്രീകരിച്ച വീഡിയോയും പിന്നീട് ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടന പുറത്തുവിട്ടിരുന്നു. AK-47മായി നിൽക്കുന്ന ചാവേറിനെ വീഡിയോയിൽ ദൃശ്യമായിരുന്നു. വയനാട് ലക്കിടി സ്വദേശിയായ VV വസന്തകുമാർ ഉൾപ്പെടെയുള്ള ധീര സൈനികരുടെ വീരമൃത്യു ഇന്നും വിങ്ങലായി ഓരോ ഭാരതീയരുടെയും മനസ്സിൽ അവശേഷിക്കുന്നുണ്ട്. ഭാരതപുത്രന്മാരുടെ വീരമൃത്യുവിന് ഇന്ത്യ പാകിസ്ഥാന് നൽകിയ മറുപടിയായിരുന്നു ബാലാകോട്ട്. എന്തിനും കരുത്തുള്ള രാജ്യമാണ് ഇന്ത്യയെന്ന് പാകിസ്ഥാന് ബോധ്യപ്പെടുത്തിയത് ബാലാകോട്ട് വ്യോമാക്രമണത്തിലൂടെയായിരുന്നു. ഭീകര നേതാക്കളടക്കം നിരവധി ഭീകരർ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അതോടൊപ്പം നിരവധി ഭീകര ക്യാമ്പുകളാണ് ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ തകർന്നടിഞ്ഞത്.